ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കണ്ടു. അപ്പം ഞാൻ ഈ വണ്ടിയിലിരിക്കുന്ന ഒരു 5-8 പേരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. കാരണം സൈഡിൽ കടലിൻ്റെ തിരമാലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും തോന്നി, ഓ ഷെരീഫിനെല്ലാം അറിയാലോ. ഈ ജീപ്പ് എന്ന് പറയുന്ന ലാൻഡ് റോവർ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തി. അതെൻ്റെ രണ്ടാമത്തെ അഹംഭാവത്തിൻ്റെ മോനോടിച്ചതായിരുന്നു. അത് ഒരു പള്ളിയുടെ മിനാരത്തിൻ്റെ ലേറ്റായിരുന്നു. കാരണം അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റിയേ ഇല്ല, അല്ലെങ്കിൽ പള്ളികളിൽ മിനാരങ്ങളും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് വണ്ടി അവിടെ നിർത്തി. അപ്പോഴും ഞങ്ങൾക്കറിയില്ല ഈ സ്ഥലം ഏതാണെന്ന്. ഞങ്ങളുടെ മനസ്സിൽ അത് ദുബായ് ആണ്. അപ്പം രാത്രി ഏകദേശം ഒരു 2 മണി 3 മണിയോളം ആയിട്ടുണ്ടാവണം. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനായ ഒരു മുഹമ്മദ് അലി, ഒരു ബാബ, ഒരു ഫ്രാൻസിസ്, ഞങ്ങൾ 4 പേര് മാത്രമായിട്ട് മാറി. അപ്പം ഞങ്ങൾ പോലും അന്ന് നിസ്കാരം എന്താണെന്ന് അനുഷ്ഠിക്കാത്ത ആളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് പേടിയില്ലെന്നല്ല, അത്തരത്തിലാളായിരുന്നു. ഞാൻ പോലും മറ്റുള്ളവരോടൊക്കെ കൂടി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഇത് പള്ളിയാണ്, ഇവിടെ നമുക്ക് ഇടുന്ന് ഉറങ്ങാം, നിസ്കരിക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾക്കൊന്ന് നിസ്കരിക്കാം. ഫ്രാൻസിസിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് നിസ്കരിക്കുന്ന മാതിരി കാണിച്ചാൽ മതി, എനിക്കും ഇതുവരെ കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ എന്നും പറഞ്ഞു. നേരം വെളുത്തു, അറബികൾ വന്നു, നിസ്കരിക്കാൻ വന്നു. ഞങ്ങളതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തൊട്ടപ്പുറത്ത് ഒരു മലയാളം സിനിമയിലെ പാട്ട്. ആ പാട്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കുപ്പായം എന്നുള്ള സിനിമയിലെ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ എന്നുള്ള പാട്ടുണ്ട് കേൾക്കുന്നു. സന്തോഷമായി. കാരണം ഇവിടെ മലയാളികളുണ്ടല്ലോ. അത് 1969 ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം നേരത്തെ പറഞ്ഞ വിശപ്പിൻ്റെ കാഠിന്യം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ പൊറോട്ടയും അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തരാൻ പറഞ്ഞു. ചായയുടെ ഒക്കെ വില ചോദിച്ചു. അതിൽ എത്ര ഇന്ത്യൻ്റെ രൂപയാണെന്ന് കണക്ക് ചോദിച്ചു. കാരണം ഇന്ത്യൻ്റെ നോട്ട് ഞങ്ങളതിൽ ഉള്ളൂ, കുറച്ച് കാശേ ഉള്ളൂ. അവിടെ അന്ന് ഇന്ത്യൻ കറൻസി 2.5 രൂപ കൊടുത്താൽ അവിടുത്തെ ഒരു ഖത്തർ ദുബായ് റിയാലാണ് കിട്ടുക. അങ്ങനെയാണ് അന്നത്തെ വിനിമയ നിരക്ക്. മലയാളി ആയതുകൊണ്ട് 3.5 വാങ്ങിയുള്ളൂ. ഞാനൊന്നും കൂടി ആവർത്തിക്കാം. 2 രൂപ കൊടുത്താൽ ആണ് സാധാരണ എല്ലാവരും ഒരു ഖത്തർ ദുബായ് റിയാൽ തരാറ്. പക്ഷെ മലയാളി അത് 3.5 വാങ്ങിയുള്ളൂ. അതിൽ നിന്നൊരു കാര്യം ഞാൻ പഠിച്ചു. മലയാളിക്ക് ഏത് ലോകത്ത് ചെന്നാലും മലയാളി കൊലയാളി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരെ ഒഴിച്ച് ബാക്കി കുറേ ആൾക്കാരെ അറബികൾ തന്നെ ജോലിക്ക് കൊണ്ടുപോകുന്നു. ചിലരവിടെ അവിടെ തന്നെ ജോലി അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആ സ്ഥലം ദുബായ് അല്ല, ഫുജൈറയായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയിരുന്ന സ്ഥലം ഹൊർഫുഖാനായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ്, പത്തേമാരി അടുക്കുന്ന സമയത്ത് പത്തേമാരിയിലുള്ളവർ ഒരു ലൈറ്റ് അടിച്ച് കാണിക്കും. ലൈറ്റ് എന്ന് വെച്ചാൽ തീപ്പെട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ലൈറ്റ്. അപ്പോൾ ഈ കരയിലുള്ളവർ അതേപോലെ ലൈറ്റ് കാണിക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ സേഫ്റ്റിയാണ്, ഇവിടെ ഇറങ്ങാൻ കുഴപ്പമില്ല, പോലീസൊന്നുമില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഈ ഹൊർഫുഖാനിൽ കൊണ്ടുവന്നിട്ട് 10 പേര് അടുപ്പിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്. കാലിന് ചെരുപ്പില്ലാത്തതുകൊണ്ടുള്ള ആ വേദനയും, നല്ല മഞ്ഞ് കാലമായതുകൊണ്ട് വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോഴാണ് വിവരം അറിയുന്നത്, ദുബായ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരമാണ്. ഈ ഫുജൈറയിൽ നിന്നും കുറേ ദൂരത്താണ് ദുബായ്. ഞങ്ങൾ ആകെ വിഷമിച്ചു. ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ കാശില്ല. അങ്ങനെ നടന്ന് കുറേ അങ്ങോട്ടേക്ക് നടക്കും, ഇങ്ങോട്ടേക്ക് നടക്കും, കുറേ ഈത്തപ്പഴം കഴിക്കും, കുറേ വെള്ളം കുടിക്കും. വേറെ യാതൊരു രക്ഷയില്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് മനസ്സിലാവുന്നത്, അറബിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തും തരും നമ്മൾക്ക്. പക്ഷെ അത് അന്ന് ചോദിക്കാൻ അറിയില്ല. അങ്ങനെ കുറേ നടന്ന് ഒരു ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴുണ്ട് ഞങ്ങളിലുള്ള ഈ 4 പേരിൽ നിന്നുള്ള ഒരാളെ, ബാവ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ ഒക്കെ കൊടുത്തിട്ട് ആളെ പറഞ്ഞയക്കാണ് ദുബായിക്ക് പോയിട്ട് ഞങ്ങളുടെ ജ്യേഷ്ഠനോട് വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ പറയാനായിട്ടാണ് ഇവരെ പറഞ്ഞയച്ചത്.
പക്ഷെ ഞങ്ങൾക്കറിയില്ല അങ്ങോട്ട് പോയാൽ ഒരാൾ തിരിച്ചിങ്ങോട്ട് വരില്ല, അത്രയും ദുർഘടം പിടിച്ച റോഡാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെ ഇയാൾ പോയതിനു ശേഷം ബാക്കി ഞങ്ങൾ 3 പേരായി. ഞങ്ങൾ 3 പേര് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ട് ദൈവത്തിൻ്റെ ഒരു കളി. ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ, ദുബായിക്ക് ഞങ്ങളെക്കാൾ മുൻപ് എത്തിയ ഒരാൾ അവിടെ നിന്നിട്ട് രക്ഷയില്ലാതെ അവിടെ നിന്ന് കുവൈത്തിലേക്ക് പത്തേമാരി പോകാനായിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ കണ്ടു. ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. കാരണം അദ്ദേഹം ഞങ്ങളെക്കാളും ഒരു 2-3 കൊല്ലം മുൻപ് ഗൾഫിലെത്തിയ ആളാണ്. അദ്ദേഹം വന്നു, ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നു, ഒരു താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. അന്ന് ഞാൻ കഴിച്ച ഭക്ഷണം, അതിനുശേഷം ഞാൻ ലോകത്തിലെ പല നാടുകളിൽ നിന്നും 7 കോഴ്സ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ടേസ്റ്റ് അന്നത്തെ ഭക്ഷണത്തിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് പിറ്റേന്ന് ദുബൈയിലോട്ട് പോകാനുള്ള വണ്ടിയൊക്കെ ഏർപ്പാടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ വീണ്ടും ഒരു ലാൻഡ് ക്രൂസർ വണ്ടിയിൽ ഫുജൈറയിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്നു. ആ റോഡ് മലയിടുക്കിൽ കൂടെയുള്ള പോകുന്ന ഒരു വളരെ മോശമായ റോഡ്, ടാറിങ്ങൊന്നും നടത്തിയിട്ടില്ല എന്നൊന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ പറഞ്ഞ പോലെ ബാക്കിൽ കയറുന്നതിന് കാശ് കുറവായതുകൊണ്ട് ബാക്കിൽ കയറി വരികയാണ്. അറബികളുടെയാണ് വണ്ടികൾ കംപ്ലീറ്റ്. അങ്ങനെ ഏകദേശം ഒരു 2-3 മല കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു രംഗം, കുറച്ച് മലയുടെ താഴെയായിട്ട്, ഒരു കുന്നിൻ്റെ താഴെയായിട്ട് ഒരു അലൂമിനിയം പെട്ടി തുറന്നു കിടക്കുന്നു. അപ്പോൾ ആ അലൂമിനിയം പെട്ടി പോലെയുള്ള അലൂമിനിയം പെട്ടി ഞങ്ങൾ അതിന് മുൻപ് കണ്ടിരിക്കുന്നത് ഈ നാട്ടിലൊക്കെ സിനിമയുടെ ഫിലിമിൻ്റെ ഒക്കെ പിന്നെന്താ പറയുക റീലുകൾ വരുന്ന സമയത്ത് ഒരു പെട്ടി വന്നിരുന്നു, അതേപോലെയുള്ള പെട്ടി. അത് തുറന്നു കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ബ്രെഡുകളും മറ്റൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും വണ്ടിയിൽ അത് ബാക്കിൽ കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോയതായിരിക്കാം. ഞങ്ങൾക്ക് തിന്നാൻ ദൈവം കൊണ്ടുവന്ന ഒരു ഭക്ഷണമായിരിക്കും അത്. ഞങ്ങളവിടെ താഴത്തിറങ്ങി. ഞാൻ അന്നും ഇന്നും വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരാളാണ്. അതൊന്നും അവിടെ നോക്കിയില്ല. പൊടി തട്ടി കുറേ ബ്രെഡൊക്കെ കഴിച്ചു. വിശപ്പൊക്കെ ഒന്നും സമാധാനമായി. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം 4 മണി 5 മണി ആയപ്പോൾ ഷാർജയിലെത്തി. ഞങ്ങൾ ഷാർജയിൽ ഒരു മലയാളിയുടെ അടുത്ത് ചെന്നു. അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി. അവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളെ മറ്റൊരു വണ്ടിയിൽ ദുബായിലോട്ട് പറഞ്ഞയച്ചു. ദുബായിൽ ഡെയ്റയിൽ ഐഷ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഖാദിർ ഹോട്ടലിൽ നിന്നാണ് സാധാരണ എല്ലാവരും പറയുക. അവരെ ഹോട്ടലിൻ്റെ അടുത്താണ്. അന്ന് മലയാളികൾ എല്ലാവരും വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഐഷ റെസ്റ്റോറൻറ്റ്, ഖാദിർ ഹോട്ടൽ. അത് ദൈറയിലാണ്. അന്ന് 3 നിലയുള്ളൊരു ബിൽഡിങ്ങിൽ പെട്ട ഒന്ന് ഇത് മാത്രം ഉണ്ടായി. വളരെ കുറവ് ബിൽഡിങ്ങുകൾ 3 നിലയുള്ളതേ ഉള്ളൂ. ഒക്കെ 2 നിലയാണ്, ഇത് 3 നില. അതിൽ അവിടെ കൊണ്ടുവന്നിറക്കുന്നു. അവിടെ ഇറക്കി കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്ന് ഒട്ടം കൂടി നിൽക്കും. അങ്ങനെ ഓരോരുത്തരും ചോദിക്കും എവിടെ നിന്ന് വരുന്നു. അല്ലാണ്ട് ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളോ മറ്റൊന്നും ഒന്നില്ലല്ലോ, അല്ലെങ്കിൽ അഡ്രസ്സുകളില്ല. എല്ലാവർക്കും പോസ്റ്റ് ബോക്സ് നമ്പേഴ്സാണ്. റോഡുകൾക്ക് പേരുകളില്ല അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഫസ്റ്റിൽ ആരും പറയുക തൃശ്ശൂർ ജില്ല, തൃശ്ശൂർ എവിടെയാണ്, അങ്ങനെ ഓരോ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ പറയുമ്പോൾ അവർ നമ്മളെയും കൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകും. അങ്ങനെ അന്വേഷിക്കും ഈ നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് ഷിക്കത്തുൽ ഖൈൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ, നായിഫ് റോട്ടിൽ. അവിടെയായിരുന്നു ഞങ്ങളുടെ സഹോദരന്മാർ. അവിടെ കൊണ്ടുവന്ന് എന്നെ ആക്കി. അങ്ങനെ 18ാമത്തെ വയസ്സിൽ 54 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പേർഷ്യക്കാരനായി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അവിടെ നിന്നും ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരനും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഞാൻ അതൊന്നും നോക്കുന്നില്ല. വൈറ്റ് കോളറിസം അന്നും ഇന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ അതേപോലെ ആരെയും ഡിപ്പെൻഡ് ആവാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു നേച്ചറാണ്. അത് പ്രകാരം ഞാൻ ഓരോ സ്ഥലത്തും ചെല്ലും. ഞാൻ ചോദിക്കും, അന്ന് കാണാപ്പാടം എഴുതി പഠിച്ചിട്ടാണ് കൊണ്ടുപോണത്, ഷുഗൽ ഫീ, ഹാവ് എനി വേക്കൻസി,
കാംഹേ എന്ന് ചോദിച്ച് ഇങ്ങനെ ഓരോ വില്ലകളിലും ഫ്ലാറ്റുകളിലും ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ പോകും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഹോട്ടലുകളിൽ ഞാനന്ന് പോയി ജോലി ചോദിച്ചിട്ടില്ല. അത് മോശമായതുകൊണ്ടൊന്നല്ല. അങ്ങനെ നടന്ന് എനിക്ക് ഇവിടുന്ന് ചെന്നതിൻ്റെ 3-ൻ്റെ അന്ന് ദക്തൂർ അഹമ്മദ് റഹഫത്ത് മഹറൂസ് എന്ന് പറയുന്ന കുവൈറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറുടെ വീട്ടിൽ ബോയ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ജോലി അന്ന് 1-1.5 വയസ്സായ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുക, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊടി തുടച്ച് വൃത്തിയാക്കുക. ഇവർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടു വയ്ക്കുക. ഇതൊക്കെ മാത്രമേ എനിക്ക് പണിയുള്ളൂ. എൻ്റെ ശമ്പളം ഒരു മാസം 100 ഖത്തർ ദുബായ് റിയാലായിരുന്നു. അതായത് ഇപ്പോഴത്തെ ദിർഹത്തിനോട് ഏകദേശം ഈക്വൽ. 100 ഖത്തർ ദുബായ് റിയാൽ. അന്ന് 2.5 രൂപയാണ് ഒരു റിയാലിന്. അപ്പോൾ 250 ഇന്ത്യൻ്റെ രൂപ ഒരു മാസം എൻ്റെ ശമ്പളം. ഈ ജോലി കഴിഞ്ഞാലും ഒരു അടച്ചിട്ട പക്ഷിയെ പോലെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. വീട്ടിൽ പുറത്തൊന്നും പോകാനായിട്ട് സമ്മതിക്കില്ല, അവിടെ തന്നെ. അപ്പോൾ എനിക്കതൊരു എന്തോ ഒരു ഇത്, കാരണം ഹോം സിക്നെസ്, അതേപോലെ എനിക്ക് ആ ഒരു ഫ്രീലാൻസായിട്ട് നടക്കാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ജ്യേഷ്ഠന്മാരും മറ്റുള്ള ബന്ധക്കാരൊക്കെ താമസിക്കുന്നിടത്ത് പോകാനോ കാണാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കൊന്ന് അപ്പം ഇവരെനിക്ക് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം പോകാനും ശനിയാഴ്ച കാലത്ത് മടങ്ങി വരാനുള്ള അനുവാദം തന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മരം കോച്ചുന്ന മഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര തണുപ്പുള്ള സമയമാണ്. പ്രത്യേകിച്ച് കടലിൻ്റെ ഏരിയത്തായതുകൊണ്ട് അവിടുന്ന് വരുന്ന കടൽക്കാറ്റൊക്കെ കൂടി കയറ്റിട്ട് എല്ല് തുളച്ച് കയറുന്ന തണുപ്പ്. അപ്പം പുലർച്ചെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അബ്ര എന്ന് പറയുന്ന കടന്ന് വേണമെങ്കിൽ ഇവരടയ്ക്ക് നടന്ന് വരാനായിട്ട്, അല്ലാതെ ടാക്സിയിൽ വരാനുള്ള കാശൊന്നും എൻ്റെ ഇല്ല. 3 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വെറ്റർ കിട്ടും, അതുപോലും വാങ്ങാൻ എൻ്റെ ഇല്ല. അപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ വരെ ഞാൻ കൂട്ടിയിട്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ നടക്കുക. അത്രയും ഇതാണ്. ഒരു ചെറിയൊരു മഫ്ളർ വാങ്ങിയിട്ട് തലയിൽ കെട്ടും തടവ് കൊണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റാതെയായി. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, എനിക്ക് ജോലി വേണ്ട എന്നും പറഞ്ഞ് 15 ദിവസം അവിടെ ജോലി ചെയ്തിട്ട് ആ 15 ദിവസത്തെ പൈസയും വാങ്ങി ഞാൻ അവിടുന്ന് പോകുന്നു. വീണ്ടും ജോലി അന്വേഷിച്ച് നടന്നു. അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള എയർപോർട്ടിൻ്റെ അടുത്തുള്ള ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ഒരു ഗൾഫ് എറ്റർനെറ്റ് കമ്പനി എന്ന് പറയുന്ന ലെബനാനി കമ്പനി, ആ കമ്പനി ഇപ്പോഴും ഉണ്ട്. അവിടെ ഓഫീസ് ബോയ് ആയിട്ട് ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ശമ്പളം ഇവിടത്തേക്കാളും കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ ഞാൻ ജോലി ചെയ്തു. അവിടുത്തെ എൻ്റെ ജോലി ഫയലുകളൊക്കെ കൊണ്ടു കൊടുക്കുക, മേശമൊക്കെ തുറച്ച് വൃത്തിയാക്കുക, അതേപോലെയുള്ള ചായ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട എന്തെങ്കിലും ഓഫീസ് സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടു ചെല്ലുക, അത്തരത്തിലുള്ള ഒരു ഓഫീസ് ബോയ്. അവിടെയും ഞാൻ ഏകദേശം അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഈ 50 കൊല്ലം മുൻപുള്ള. അവിടെയും ഞാനൊരു മാസത്തോളം ജോലി ചെയ്തപ്പോഴും ഞാൻ ജോലികൾ വേറെ അന്വേഷിച്ച് നടന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു ജ്യേഷ്ഠൻ ജോലി ചെയ്തിരുന്ന അലി ബിൻ ഫർദാൻ എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ഒരു സ്പെയർ പാർട്സ് ഷോപ്പ്. ആക്ച്വലി അതൊരു സ്പെയർ പാർട്സ് ഷോപ്പാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മെയിൻ ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത്, നമ്മൾ ലൂലു എന്ന് പറയുമല്ലോ, പേൾ വാങ്ങി വിൽക്കുന്ന ഒരു ട്രേഡായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ്, ഈ അലി ബിൻ ഫർദാൻ. ഹീസ് ആക്ച്വലി ഫ്രം ബഹ്റൈനിയാണ് ആൾ. പക്ഷേ പിന്നീട് ദുബായിൽ വന്നു, ദുബായ് പൗരത്വം കിട്ടി. അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോലി ചെയ്തത്. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും എന്നേക്കാൾ മുമ്പ് പത്തേമാരി പോയ ഒരാളാണ്. തിരിച്ച് അദ്ദേഹം അന്ന് ഇന്ത്യൻ എംബസി വഴിക്ക് ഔട്ട് പാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഔട്ട് പാസ് വാങ്ങിയിട്ട് നാട്ടിലേക്ക് വരാം, പിന്നെ അത് പാസ്പോർട്ട് പോലെ മടക്കി പിന്നെ പോകാൻ പറ്റില്ല. അത്തരത്തിലാണ് ജ്യേഷ്ഠൻ തിരിച്ചു വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ അലി ബിൻ ഫർദാനിൽ ഞാനും ഒരു സെയിൽസ്മാനായിട്ട് കയറി അവിടെ ജോലി ചെയ്തു. അന്ന് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജന്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സംവിധാനത്തിലായിരുന്നു. എന്നിട്ട് പോലും അലി ബിൻ ഫർദാൻ എനിക്ക് വിസയ്ക്ക് NOCക്ക് വേണ്ടി ഒപ്പിടുന്നേയില്ല.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ NOC ഫോം ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. എൻട്രി പെർമിറ്റ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അതിലിവർ തരുന്നില്ല. കാരണം അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ജോലി വേണ്ട എന്ന് വെച്ച് പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കണം എന്തോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. ഈ അലി ബിൻ ഫർദാൻ എന്നോട് പറഞ്ഞു, ഈദ് മുഹമ്മദ് മുദിയ എന്ന് പറയുന്ന ഒരു അറബി, അദ്ദേഹം പ്ലംബിംഗ് ഷോപ്പുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി മെർസിഡീസ് വണ്ടിയാണ്. അപ്പോൾ അന്നത്തെ അറബികൾ കാഡിലാക്ക്, പോണ്ടിയാക്ക്, GMC, അതേപോലെ ചില അറബികൾ ലാൻഡ് റോവർ, ജീപ്പ്, ഈ പറഞ്ഞ ജർമ്മൻ്റെ ബെൻസ് വണ്ടികളും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ബെൻസ് വണ്ടിയുടെ പാർട്സ് വിൽക്കുന്ന ഷോപ്പായിരുന്നു എൻ്റെ അലി ബിൻ ഫർദാൻ എന്നുള്ള ഷോപ്പ്. അപ്പോൾ അവൻ ഒരു ഷോക്ക് അബ്സോർവർ വാങ്ങാൻ ഇങ്ങോട്ടേക്ക് വരും, നീ വിലയൊന്നും കുറച്ച് കൊടുക്കണ്ട എന്ന് എന്നോട് ഈ അലി ബിൻ ഫർദാൻ പറഞ്ഞു. അതേപോലെ അവൻ നിങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു നല്ലൊരു സെയിൽസ്മാനായി. ഇത് കണ്ടപ്പോൾ ഈ മുഹമ്മദ് മുദിയ എന്നോട് പറഞ്ഞു, ഈദ് മുഹമ്മദ് മുദിയ, അവൻ്റെ ഷോപ്പിൽ എന്നോട് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അപ്പം വേറെ ആരാണെങ്കിലും അതിന് ശരി ഞാൻ വന്നോളാം പറയാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരിത്തിരി ജോലി ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരാളെ റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടോ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈദിന് എന്നോട് ഇഷ്ടം കൂടി. വീണ്ടും അലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് NOC വേണം. അവൻ അപ്പോഴും തയ്യാറല്ല, ഞാൻ ഇവിടുത്തെ ജോലി വേണ്ട എന്നും പറഞ്ഞ് അവിടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഇവിടത്തേക്കാളും ശമ്പളം കൂടി തന്നു മാത്രമല്ല, അവൻ NOC തരാൻ തയ്യാറുമാണ്. ഇത് കണ്ടപ്പോൾ ഈ പഴയ അറബി എന്നെ പറഞ്ഞു, വേണ്ട നീ തിരിച്ചിങ്ങോട്ട് വന്നോ, നിനക്ക് ഞാൻ NOC തന്നോളാം. അങ്ങനെ ഞാൻ തിരിച്ചു ഇവിടെ വീണ്ടും വന്നു. എനിക്ക് NOC തന്നു. അന്നൊക്കെ NOC വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ബഹ്റൈനിലോ അല്ലെങ്കിൽ ഇറാനിലോ പോയിട്ട് അത് എന്താ പറയുക, എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ചു വരണം. ഞാൻ അങ്ങനെ ബഹ്റൈനിൽ പോയി തിരിച്ചിവിടെ വീഴുന്നു. അങ്ങനെ അവിടെ ഞാനൊരു വർഷത്തെ റെസിഡൻസ് പെർമിറ്റുള്ള ഒരു NOC-കാരനായി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ലോകത്ത് എവിടെ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ വിസ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് എപ്പോഴും റവന്യൂ സ്റ്റാമ്പായിരിക്കും, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പായിരിക്കും. എന്നാൽ എൻ്റേതടക്കം 50 അല്ലെങ്കിൽ 100 പാസ്പോർട്ടുകളിൽ ഏറ്റവും ആദ്യത്തെ വിസ പേജിൽ ഒട്ടിച്ചിട്ടുള്ള സ്റ്റാമ്പ് പോസ്റ്റൽ സ്റ്റാമ്പാണ്. അതിൻ്റെ ഒറിജിനൽ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഗൾഫിലുള്ള അറബികൾക്ക് പോലും അത്ഭുതമായി. കാരണം അത് പോസ്റ്റൽ കത്തയക്കുന്ന സ്റ്റാമ്പാണ് അത് മുമ്പിൽ അടിച്ചിരിക്കുന്നത് ആ പാസ്പോർട്ടിലുള്ളത്. കാരണം അന്ന് റവന്യൂ സ്റ്റാമ്പ് UAE ആയിട്ടേ ഇല്ല. അപ്പോൾ ഉള്ള പോസ്റ്റൽ സ്റ്റാമ്പ് വെച്ചിട്ടാണ് അതടിച്ചത്. അതിനുശേഷം ഞാൻ വിസ കിട്ടി, വിസ ഹോൾഡറായി കഴിഞ്ഞപ്പോൾ സർദാന എന്ന കപ്പലിലാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നത്. ബോംബെക്ക് തന്നെ വന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് 2 മാസത്തിന് ശേഷം വീണ്ടും അക്ബർ എന്ന ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. ആ കപ്പലിലാണ് ഞാൻ തിരിച്ച് വീണ്ടും ദുബൈയിലോട്ടെത്തി. ദുബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ തട്ടകം ദുബായ് വേണ്ട, അബുദാബി ആക്കാം. അങ്ങനെ അവിടെ നിന്നും ഞാൻ അബുദാബിയിലോട്ടെത്തി. അബുദാബിയിൽ 1972 ലാസ്റ്റാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ നിന്നും ഒരുപാട് ജോലികൾ. ഞാൻ അവിടെ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തു. ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ ജോലി ചെയ്തു. ദുബായ് അബുദാബി ടാക്സി ആയിട്ട് 4.5 വർഷം ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തതിന് ശേഷം ഞാനൊരു ഷോപ്പ് എടുത്തു. എൻ്റെ ജീവിതത്തിൻ്റെ സകല ബുദ്ധിമുട്ടുകളും ഞാൻ പഠിച്ചു, ജനങ്ങളുടെ മുഖങ്ങൾ മനസ്സിലാക്കി. അതും കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം എനിക്ക് മറ്റൊരു ഉൾവിളി വന്നു. മുഹമ്മദ് ഖലീഫ് അൽ ഖുബൈസി എന്ന് പറയുന്ന എൻ്റെ പരിചയമുള്ളൊരു അറബി വന്നിട്ട് പറയാണ്, അവനും അവൻ്റെ കസിൻ അബ്ദുള്ള ബിൻ കനീഷും കൂടിയിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു, ബിൻ കനേഷ് ജനറൽ ട്രേഡിംഗ്. അതിൻ്റെ മാനേജറാവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ഒരുപാട് വർഷം മാനേജറായിട്ട് ജോലി ചെയ്തു, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ നിന്ന് 1987 ഓഗസ്റ്റ് മാസം ഞാൻ എൻ്റെ ബോസുമാരോട് ഞാൻ പറഞ്ഞു, അപ്പം അന്ന് എനിക്ക് 36 വയസ്സ് പ്രായമുള്ളതെന്ന് ആലോചിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കിനി ഗൾഫ് വേണ്ട, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായിട്ടും എനിക്കെൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ നാട്ടിലേക്ക്, എൻ്റെ ഇന്ത്യയിലേക്ക് മതി. കാരണം നമ്മൾ എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ
പോറ്റമ്മ നമുക്ക് എന്തൊക്കെ തന്നാലും പെറ്റമ്മ തരുന്ന അതിനൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്ത്യ മതി എന്നും പറഞ്ഞ് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു.